ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കേരളത്തെ ഭ്രാന്താലയമെന്ന് വിളിച്ച കാലമുണ്ടായിരുന്നു. മനുഷ്യരെ തുല്യരായി കാണാത്ത, വഴി നടക്കാനും മാറുമറയ്ക്കാനും അവകാശമില്ലാത്ത കാലമുണ്ടായിരുന്നു. വൈക്കം സത്യഗ്രഹവും ഗുരുവായൂർ സത്യഗ്രഹവും നടന്ന നാടാണിത്. അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ച നാട്. നാടെത്ര മാറി. ആചാരങ്ങളെന്ന് വിളിച്ചിരുന്നത് എത്ര മാറി. മതങ്ങൾ എത്ര മാറി. കാലാനുസൃതമായ മാറ്റങ്ങളെല്ലാ മതങ്ങളിലും വന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: മേൽവസ്ത്രം ആചാരം. ചർച്ചയിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ തുടക്കത്തിൽ അല്പസമയം നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ ജി ഗോപകുമാർ, രാഷ്ട്രതന്ത്ര വിദഗ്ധൻ, എം ജയചന്ദ്രൻ, ഇടതു നിരീക്ഷകൻ, കെ സോമൻ, BJP പ്രതിനിധി എന്നിവരും ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ സ്വാമിയിലേക്കാണ്. സ്വാമി സച്ചിദാനന്ദ, ഈ ചർച്ചയ്ക്ക് ആധാരമായ കാര്യങ്ങൾ താങ്കൾക്ക് അറിയാമല്ലോ. ഇന്നിപ്പോൾ ജി സുകുമാരൻ നായർ നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ താങ്കളെ എടുത്തു പറഞ്ഞു വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ക്ഷേത്രങ്ങളിലെ വസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുന്നത്. ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട്. ഉടുപ്പിട്ട് പോകാവുന്ന ക്ഷേത്രം, ഷർട്ട് അഴിച്ചു പോകാവുന്ന ക്ഷേത്രം എന്നിങ്ങനെയുണ്ട്. അപ്പോൾ അതിൽ ഇടപെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ സ്വാമി ആരാണിതിൽ പ്രതികരിക്കാൻ എന്നുകൂടി അദ്ദേഹം ചോദിക്കുകയാണ്. എന്താണ് മറുപടി? ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയിലെ ഒരു അംഗമാണ്. ശ്രീനാരായണ ദർശനമാണ് ഞങ്ങൾ പിന്തുടരുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകമായ വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല. ജാതി, മത, ദേശ ചിന്തകൾക്ക് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന തത്വദർശനമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനം. ആ തത്വദർശനത്തിൻ്റെ വെളിച്ചത്തിൽ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ശിവഗിരി മഠത്തിന് ഗുരുദർശനത്തിൻ്റെ വെളിച്ചത്തിൽ അഭിപ്രായമുണ്ട്, കാഴ്ചപ്പാടുണ്ട്. ക്ഷേത്രങ്ങളിലെ മേൽവസ്ത്രം കൂടാതെ പ്രവേശിക്കുക എന്നുള്ളത് ഒരു ദുരാചാരമായിട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം, ശ്രീനാരായണ പ്രസ്ഥാനം കാണുന്നത്. ഗുരു സ്ഥാപിച്ച അരുവിപ്പുറം, ശിവഗിരി, ആലുവ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ, ശിവഗിരി മഠത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒന്നും ഉടുപ്പ് ഊരേണ്ട ഒരാവശ്യവുമില്ല. അവിടുത്തെ ആത്മീയ ചൈതന്യത്തിനൊന്നും ഒരു കുറവുമില്ല. കൂടുതൽ ജലപങ്കാളിത്വം ഇവിടെയെല്ലാം ലഭിക്കുന്നുമുണ്ട്. എന്തിനധികം ശബരിമലയിൽ പോലും ഉടുപ്പിട്ട് പ്രവേശിക്കാം. അതുകൊണ്ട് അവിടെയുള്ള ദൈവിക ശക്തിക്ക് ഒരു കുറവ് വന്നുവെന്ന് ആരും പറയില്ല. കേരളം വിട്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഉടുപ്പ് മാത്രമല്ല, അതിനുള്ളിലുള്ള ഉടുപ്പും അതിനകത്തുടുപ്പും ധരിച്ച് ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൽ തന്നെ കയറി വിഗ്രഹത്തിൽ സ്പർശിച്ച് അഭിഷേകവും നിവേദ്യവും ഒക്കെ സമർപ്പിക്കാം. അവിടെയൊന്നും ദൈവ ചൈതന്യത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. കേരളത്തിലും പല ക്ഷേത്രങ്ങളിലും ഉടുപ്പിട്ട് കയറാം. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് കയറാൻ പാടില്ല. അത് ഒരു ദുരാചാരമാണ്. അത് ദൂരീകരിക്കപ്പെടണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ശ്രീ സുകുമാരൻ നായരുടെ അഭിപ്രായം എന്നത് മറ്റു മതങ്ങളെ സംബന്ധിച്ച് ഇങ്ങനൊരു അഭിപ്രായം പറയുമോ, ശിവഗിരി മഠം പറയാൻ തയ്യാറാണോ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഹിന്ദുമതത്തിൽ ഉള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ദുരാചാരത്തെക്കുറിച്ചാണ്. ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ഇതേപോലെ ദുരാചാരങ്ങളുണ്ട് എങ്കിൽ ആ ദുരാചാരങ്ങൾ ദൂരീകരിക്കുവാൻ ആ മതത്തിൻ്റെതായ ആചാര്യന്മാർ, ഗുരുക്കന്മാർ കൂടുതലായി ഉപദേശങ്ങൾ നൽകേണ്ടതാണ്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ക്രൈസ്തവ, ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവരോട് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ദേശകാലോചിതം കർമ്മധർമ്മമിത്യഭിധീയതേ. ദേശത്തിനും കാലത്തിനും അനുസൃതമായി കർമ്മത്തെയും ധർമ്മത്തെയും കർമ്മധർമ്മങ്ങൾ മാറിക്കൊണ്ടിരിക്കും, പരിഷ്കരിച്ചുകൊണ്ടിരിക്കും. മഹാഗുരുക്കന്മാർ നിർവഹിക്കുന്നത് അക്കാര്യമാണ്.
ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നിർവഹിച്ച ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത് ആയിരത്താണ്ടുകളായി നിലനിന്നിരുന്ന വലിയൊരു മാമൂലിന്റെ ലംഘനമായിരുന്നു. ക്ഷേത്രത്തില് ദർശനം പാടില്ല, ക്ഷേത്രം സ്ഥാപിക്കാൻ പാടില്ല, പ്രതിഷ്ഠ നടത്താൻ പാടില്ല. അങ്ങനെയുള്ള ദുരാചാരങ്ങളെല്ലാം ഗുരു ദൂരീകരിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി നിരവധി ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ആശ്രമങ്ങളും മഠങ്ങളും സ്ഥാപിക്കുകയും അതിനോട് ചേർന്ന് സന്യാസി സംഘവും അതേപോലെ ശാന്തിക്കാരുടെ പരമ്പരയും എല്ലാം വാർത്തെടുത്ത് ഗുരുവിൻ്റെ ആ രീതിയിലുള്ള പ്രവർത്തനം അത് ഭ്രാന്താലയമായിരുന്ന രാജ്യത്തെ തീർത്ഥാലയമാക്കി മാറ്റുവാൻ സഹായകമായി. അതൊരു പ്രത്യേക ജനവിഭാഗത്തിനല്ല, എല്ലാ ജനവിഭാഗങ്ങൾക്കും ഗുരുവിൻ്റെ പ്രവർത്തനം കൊണ്ട് ഇവിടെ പുരോഗതി കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പലരുടെ ഈ മാമൂലുകൾ മാറാൻ പാടില്ല, മാമൂലുകൾ വെച്ച് പ്രവർത്തിക്കണം, പഴയ ദുരാചാരങ്ങൾ അനുവർത്തിക്കണം എന്ന് പറയുന്നവരാണ് എങ്കിൽ അതനുസരിച്ച് ഗുരുവിന് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്താൻ അധികാരമില്ല. ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാനോ ഗുരുവിന്റെ പ്രവർത്തനവുമായി സന്യാസി സംഘത്തെ സ്ഥാപിക്കാനോ ഒന്നും അധികാരമില്ല, അവകാശമില്ല. തീർച്ചയായും സ്വാമി സച്ചിദാനന്ദ, ഇപ്പോൾ കേരളത്തിന്റെ സൃഷ്ടി ഉണ്ടാകില്ല, നവോത്ഥാനം ഉണ്ടാകില്ല. ഈ വിഷയം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സന്യാസിമാരുടെ കൂട്ടായ്മയായ മാർഗദർശിക് മണ്ഡലിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ പുതുതലമുറ ക്ഷേത്രങ്ങളിൽ വരാൻ മടിക്കുന്നതൊക്കെ ഇത്തരം ആചാരങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഷർട്ടിട്ട് വരാമെന്നായാൽ കുറച്ചുകൂടി ആളുകളെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും, തലമുറയിൽപ്പെട്ട കുറച്ചുപേരെ കൂടി എത്തിക്കാൻ സാധിക്കുമെന്നൊരു വിലയിരുത്തലൊക്കെ മാർഗദർശിക് മണ്ഡലിൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കാനാകുന്നു. അപ്പോൾ സന്യാസി കൂട്ടായ്മ അതിനെ ഒരുമിച്ച് അംഗീകരിച്ചു, അല്ലെങ്കിൽ അതിനോട് അനുകൂലമായൊരു നിലപാടെടുക്കുന്നു. പക്ഷേ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തന്ത്രിയാണ് അവസാന വാക്ക്. അപ്പോൾ തന്ത്രിമാർ ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും പ്രധാനമാണല്ലോ സ്വാമി സച്ചിദാനന്ദ. അപ്പോൾ അവരെ കൂടി ഈ ഏകാഭിപ്രായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? മാർഗദർശന മണ്ഡലത്തിന്റെ വലിയൊരു നേതാവായിരിക്കുന്ന സ്വാമി ചിദാനന്ദപുരി ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് കയറുന്നതുകൊണ്ട് ഒരു ദോഷമില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നിരവധി ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറാവുന്നതാണ്, മറ്റു പല ക്ഷേത്രങ്ങളിലും. എന്നാൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണ് ഈ ദുരാചാരം നിലകൊള്ളുന്നത്. ഗവൺമെന്റ് മാർഗനിർദ്ദേശം നൽകി ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും തീരുമാനമുണ്ടായി. അങ്ങനെ ഒരു പരിഷ്കാരം ഉണ്ടാകേണ്ടത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. തന്ത്രിയുടെ അഭിപ്രായമാണ് ഏറ്റവും പരമപ്രധാനം എന്ന് പറഞ്ഞാൽ പല ക്ഷേത്രങ്ങളിലും തന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ ഒരു ഘട്ടമെത്തുമ്പോൾ സ്വീകാര്യമല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് തീരുമാനമെടുത്ത് പുതിയ തീരുമാനമെടുക്കാം. ആ തന്ത്രിയെ മാറ്റി പുതിയ തന്ത്രിയെ വെക്കാനുള്ള വിധിയുണ്ട്. അപ്പോ ഏത് ക്ഷേത്രത്തിലുള്ള ദുരാചാരങ്ങളെയും പരിഷ്കരിക്കുവാനുള്ള വിധിയുണ്ട്. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ രണ്ട് കരിയും വേണ്ട എന്ന് ശ്രീനാരായണ ഗുരു 100 വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്. ഇന്നത് കോടതികളും അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ അത് അംഗീകരിക്കാത്ത മാമൂൽ വിശ്വാസികൾ ഉണ്ട്. ക്ഷേത്രത്തിൽ ആനയും വെടിക്കെട്ടും വേണം എന്ന് പറഞ്ഞ് അവർ കേസിന് പോകുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുവെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ. അതാണ് 100 വർഷം മുൻപ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഇപ്പോഴും കോടതിയിൽ കയറി അതിൽ ഒരു തീരുമാനം എടുപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണല്ലോ ഇപ്പോൾ കേരളത്തിൻ്റെത്. സ്വാമി സച്ചിദാനന്ദ, ഇതിപ്പോൾ ശിവഗിരിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു നിലപാട്, അതിനെ ശിവഗിരിയിൽ വെച്ച് മുഖ്യമന്ത്രി ശരിവെക്കുന്നു. അതാണോ NSSനെ ചൊടിപ്പിച്ചിട്ടുള്ളത്? അതാണോ സുകുമാരൻ നായരെ ചൊടിപ്പിച്ചത്? സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറഞ്ഞു. അത് വാസ്തവത്തിൽ ഒന്ന് വിലയിരുത്തിയാൽ മഹാനായ മന്നത്ത് പത്മനാഭന്റെ അഭിപ്രായത്തിന് വിപരീതമാണ് എന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ തന്നെ ഈ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുക. വലിയ പരിഷ്കാരിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയിലുണ്ട് ഈ നായർ സമുദായത്തിലുണ്ടായ സമുദ്ധാരണം. ആ സമുദ്ധാരണത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെയും SNDP യോഗത്തിന്റെയും
സംഭാവനകളെക്കുറിച്ച് വളരെ കാര്യമായിട്ട് മന്നം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായ പരിഷ്കാരം ശ്രീനാരായണ ഗുരു നിലനിന്നിരുന്ന ദുരാചാരങ്ങളെയും അനാചാരങ്ങളെയും ദൂരീകരിച്ചുകൊണ്ട് ദേശത്തിനും കാലത്തിനും അനുസൃതമായ രീതിയിൽ പരിഷ്കാരമുണ്ടായതുകൊണ്ട് അതൊരു പ്രത്യേകമായ സമുദായത്തിന് മാത്രമല്ല കേരളത്തിലുള്ള ഈ NSS അടക്കമുള്ള സർവ്വ സമുദായങ്ങളുടെയും വളർച്ചയ്ക്ക് സഹായകമായി തീർന്നിട്ടുള്ള കാര്യമാണ്. ഉടുപ്പിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രത്തിലെ ദൈവചൈതന്യത്തിന് ഒരു കുറവും സംഭവിക്കുകയില്ല എന്ന് ശബരിമല തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ വലിയൊരു ക്ഷേത്രമാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. അവിടെ ഒരു തർക്കം വന്നപ്പോൾ ശിവഗിരി മഠാധിപതിയോട് ചോദിച്ചു. അന്ന് ഗുരുദേവന്റെ നേരിട്ടുള്ള ശിഷ്യനായ ശങ്കരാനന്ദ സ്വാമി തീർത്തു പറഞ്ഞു, ഉടുപ്പിട്ടുകൊണ്ട് കയറിയാൽ യാതൊരു ദോഷവുമില്ല. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഉടുപ്പിട്ടുകൊണ്ട് പ്രവേശിക്കുന്നു. ഇന്ദിരാഗാന്ധി തുടങ്ങിയ ദേശീയ നേതാക്കൾ പോലും ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട്. കോഴിക്കോട്ടുള്ള വലിയ ഒരു മഹാക്ഷേത്രം, അവിടെയൊന്നും ആധ്യാത്മിക ചൈതന്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ദേശകാലാനുസൃതമായി ഈ ദുരാചാരത്തെ ദൂരീകരിക്കപ്പെടണം. മാത്രമല്ല, ഈ പരിഷ്കൃത ലോകത്ത് പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കന്മാർക്ക് അവരുടെ നഗ്നത കാട്ടിക്കൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ പ്രവേശിക്കാൻ അവര് മടിക്കുകയാണ്. ഇനി മറ്റൊന്ന്, എന്തെങ്കിലുമൊക്കെ ത്വക് രോഗങ്ങളൊക്കെ ഉണ്ടായാൽ ഇതിന്റെ വിയർപ്പ് മറ്റൊരാളുടെ ശരീരത്ത് പറ്റി രോഗം പകരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കാലാനുസൃതമായ പരിഷ്കാരം ഈ വിഷയങ്ങളിൽ ഉണ്ടാകണമെന്ന് മതവിശ്വാസികൾ അതിന് തയ്യാറാകണമെങ്കിൽ മാത്രമേ മതത്തെ സംബന്ധിച്ചൊരു വളർച്ചയും പുരോഗതിയും ഉണ്ടാകൂ. അത് ശരിയാണ്. രാജ്യത്തെ ഓർത്തും മതത്തെ ഓർത്തും പിന്നെ പൂജ്യരാം നിങ്ങളെ തന്നെ ഓർത്തും കാലം വൈകിപ്പോയി കേവലം ആചാര നൂലുകളെല്ലാം പഴകിപ്പോയി കെട്ടി നിർത്തുവാൻ കഴിയാത്ത ദുർബലപ്പെട്ട ചരടിൽ ജനത നിൽക്ക മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താനെന്ന് കുമാരമഹാകവി 100 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത് ഇനിയും ഇവർ വേണ്ടവണ്ണം ചെവിക്കൊണ്ടില്ല എങ്കിൽ അത് മതത്തെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും ശോഭനമാകില്ല എന്നുള്ളതാണ് എന്റെ വിനീതമായ സ്വാമി സച്ചിദാനന്ദ. ഇപ്പോൾ വിശ്വാസികൾ തീരുമാനിക്കണമെന്ന് അങ്ങ് പറയുമ്പോൾ, വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു ആൾക്കൂട്ടമാണ്. അപ്പോൾ ഓരോ ആൾക്കൂട്ടത്തിനും ഓരോ നിയന്ത്രണം അങ്ങ് മേലിലാണ്. ഇപ്പോൾ ഞാൻ വിശ്വാസികൾ തീരുമാനിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. വിശ്വാസികൾ തീരുമാനിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല സ്വാമി സച്ചിദാനന്ദ, അങ്ങ് പറഞ്ഞു എന്നല്ല, അങ്ങ് പറഞ്ഞു എന്നല്ല. NSSൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം അങ്ങനെയാണ്. വിശ്വാസികൾക്കാണ് അത് തീരുമാനിക്കാനാകുക, അത് വിശ്വാസികളുടെ നിലപാടാണ് എന്നുള്ളത്. അപ്പോൾ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നായർ സമുദായത്തിന്റെ വിശ്വാസികളുടെ തീരുമാനം വരുന്നത് ആ തലപ്പത്ത് നിന്നും, ഈഴവ വിഭാഗത്തിന്റെ SNDP യോഗത്തിൽ നിന്ന്. അപ്പോൾ അത് 2ഉം 3ഉം ഒക്കെയായി ഇങ്ങനെ വിഭജിച്ച് നിൽക്കുമ്പോൾ ഇത് എവിടെ തീരുമാനിക്കപ്പെടും എന്നൊരു പ്രശ്നം കൂടി അവിടെ നിൽക്കുകയല്ലേ സ്വാമി സച്ചിദാനന്ദ? കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞു, ഇപ്പോൾ ദേവസ്വം ബോർഡുകൾ നടപ്പാക്കണം. അപ്പോൾ സർക്കാരിന് അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലില്ലേ? ഈ ശിവഗിരി മഠം എന്ന് പറയുന്നത് ഈ നായർ സമുദായത്തിന്റെയോ SNDP യോഗത്തിന്റെയോ പരിധി നിൽക്കുന്നതല്ല. അതിനെല്ലാം അതീതമായി നിൽക്കുന്ന പ്രസ്ഥാനമാണ് ശിവഗിരി മഠം. ഇവിടെ എല്ലാ ജാതി മതസ്ഥരും ഉണ്ട്. ക്രിസ്ത്യാനികൾ പോലും ഇവിടെ സന്യാസിമാരായിട്ടുണ്ട്. ഇവിടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരേപോലെ ദർശിക്കാവുന്നതും താമസിക്കാവുന്നതും ഗുരുദേവന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യരെന്നുള്ള വിശ്വദർശനത്തെ അംഗീകരിക്കുന്ന ഏതൊരാൾക്കും സാന്നിധ്യമുള്ള പ്രവർത്തിക്കാൻ പറ്റുന്ന അംഗീകാരമുള്ള സ്ഥലമാണ് ശിവഗിരി മഠം. ആ ശിവഗിരി മഠം ശ്രീനാരായണ ഗുരുവിന്റെ തത്വദർശനത്തിന്റെ വെളിച്ചത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ദുരാചാരം അതിനെ ചൂണ്ടിക്കാണിച്ചു. അത് പരിഷ്കരിക്കുവാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകണം. ഇത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതുപോലെ തന്നെ സന്യാസിമാരുടെ സംഘങ്ങളുടെ തലവനായിരിക്കുന്ന ചിദാനന്ദപുരി സ്വാമി പറഞ്ഞു. മറ്റ് പല മഹാത്മാക്കളും പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ ദുരാചാരത്തെ മുറുകെ പിടിക്കുന്നത് ഒരിക്കലും ശോഭനമല്ല. ഒരു കാര്യം കൂടി സ്വാമി സച്ചിദാനന്ദ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എത്രത്തോളം ഗുരുവിനെ മനസ്സിലാക്കി എന്ന ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്.
ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഗുരുവിനെ തന്നെ ദൈവമാക്കി അവതരിപ്പിക്കുന്ന ഒരു രീതി വെള്ളാപ്പള്ളി കാണിക്കുന്നു. അന്യമത ദ്വേഷവും അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ പലപ്പോഴും കടന്നു വരികയും ചെയ്യുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് ശിവഗിരി കാണുന്നതെന്നൊരു ചോദ്യം. ദൈവത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾക്ക് മാറ്റം വരണം. ദൈവം എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് ശിക്ഷാരക്ഷ നൽകുന്ന ഒന്നല്ല. ദൈവത്തെക്കുറിച്ച് ഗുരുദേവൻ ദൈവദശകം എന്ന കൃതിയിൽ 10 ശ്ലോകങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ദൈവസ്വരൂപം സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും മായയും മായാവിയും മായാവിനോദനും വർത്തമാനകാലവും ഭൂതകാലവും ഭാവികാലവും ആ ദൈവത്തിൽ നിന്നും അന്യമായത് യാതൊന്നുമില്ല. അതൊരവസ്ഥാവിശേഷത്തിൽ ഒരു ഗുരുവിന് എത്തിച്ചേരുന്നതാണ്. അതാണ് ബോധോദയം എന്ന് പറയുന്നത്. ആ ബോധോദയം ഉണ്ടായപ്പോൾ സിദ്ധാർത്ഥൻ ബുദ്ധനായി, യേശു ക്രിസ്തുവായി, മുഹമ്മദ് നബിയായി, ചെമ്പഴന്തിയിലെ നാരായണ ഗുരുവായി, ശ്രീനാരായണ ഗുരുവായി. ഈ ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെയാണ് നാം കാണേണ്ടത് എന്ന് ചോദിച്ചാൽ, ഓരോ ഭക്തന്മാരും ഗുരുദേവനെ സംബന്ധിച്ച സർവ്വലോകാരൂപൻ, എല്ലാവർക്കും സ്വീകാര്യമായ വ്യക്തിപ്രാഭവമുള്ള ആളാണ് ഗുരുദേവൻ. അപ്പോ ദൈവവുമായി താതാത്മ്യം പ്രാപിച്ച ദൈവസ്വരൂപമായി തീരുമ്പോഴാണ് ഗുരുവായി തീരുന്നത്. അങ്ങനെയുള്ള ഗുരു ക്രിസ്ത്യാനി യേശുക്രിസ്തുവിനെ എങ്ങനെ ദൈവമായി കാണുന്നുവോ അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ ദൈവമായി കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല. ശിവഗിരിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസം ഒഴുകിയെത്തിയത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ഒരു കുടീരം കാണാനല്ല, ദൈവമായ ശ്രീനാരായണ ഗുരുവിനെ ആരാധിച്ച് അനുഗ്രഹം തേടാൻ വേണ്ടിയാണ്. അത് ബുദ്ധൻ, ക്രിസ്തു, നബി, ശങ്കര ഭഗവത്പാദ തുടങ്ങിയ ജഗദ്ഗുരുക്കന്മാരുടെ പരമ്പരയിൽ ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത ഒരു വിശ്വമഹാഗുരുവിനെ ദർശിച്ച് അനുഗ്രഹം തേടാൻ വേണ്ടിയാണ്. ആ ഗുരുവിൻ്റെ ജീവിതത്തിലെ ചെറിയ അധ്യായങ്ങളാണ് പലരും ഉയർത്തിക്കാട്ടുന്ന സാമൂഹ്യ പരിഷ്കരണവും സാമൂഹ്യ വിപ്ലവവും സ്വതന്ത്ര ചിന്തയും യുക്തിചിന്തയും ഒക്കെ. മഹാത്മാഗാന്ധി ആരെന്ന് ചോദിച്ചാൽ ഒരാൾ പറഞ്ഞൊരു വക്കീലാണെന്ന് പറഞ്ഞു. തെറ്റാണോ? ശരിയാണ്. അതുപോലെയാണ് ശ്രീനാരായണ ഗുരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നതും വിപ്ലവകാരിയാന്ന് പറയുന്നത്. അതൊക്കെ ആ ജീവിതത്തിന്റെ ചെറിയ 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 അധ്യായങ്ങളാണ്. അതിനപ്പുറത്ത് ഈശ്വരനുമായി താതാത്മ്യം പ്രാപിച്ച് ബോധോദയം വന്ന ചെമ്പഴന്തിയിലെ നാരായണൻ ശ്രീനാരായണ ഗുരുവായി മാറിയപ്പോൾ ബുദ്ധനെ പോലെ, ക്രിസ്തുവിനെ പോലെ, നബിയെ പോലെയുള്ള വിശ്വഗുരുവായി ആ വിശ്വഗുരുവിനെയാണ് നാം പിന്തുടരുന്നത്, ആരാധിക്കുന്നത്. ആ ഗുരുവിന് ജാതി, മതം, ദേശം തുടങ്ങിയ ഭേദചിന്തകളൊന്നുമില്ലാതെ ആ ഗുരു ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ടു. അതിൻ്റെ ഭാഗമാണ് ഗുരു കേരളത്തിൽ നിർവഹിച്ച സാമൂഹിക പരിഷ്കരണം എല്ലാം തന്നെ. ശരി, ശ്രീ സ്വാമി സച്ചിദാനന്ദ, അവസാനമായ ഒരു ചോദ്യം കൂടി. അങ്ങയുടെ അഭിപ്രായത്തിൽ സനാതനധർമ്മം എന്നാൽ എന്താണ്? സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചും വളരെ ആഴത്തിലുള്ള പഠനം ആവശ്യമാണ്. അതായത് ലോകത്തിൽ മതങ്ങളെല്ലാം ആവിർഭവിക്കുന്നതിന് മുമ്പ് ക്രിസ്തു മതവും ഹിന്ദു മതവും ഒക്കെ ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ രാജ്യത്ത് മഹിതമായൊരു സംസ്കാരമുണ്ടായി. ആ സംസ്കാരം ഔപനിഷദമായ സംസ്കാരമാണ്. ആ ഔപനിഷദമായ സംസ്കാരത്തിൽ ഭേദവ്യത്യാസങ്ങളൊന്നുമില്ല. വൈദികമാനികൾ മർത്യരിൽ ഭേദവും ഭേദത്തിൽ ഭേദവും ജൽപ്പിക്കുന്നു. എന്തൊരു വൈകൃതം ബ്രഹ്മവിദ്യ നിന്നിൽ എന്താണ് ഈ കാണുന്ന വൈപരീത്യം എന്ന് കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിന് ആ കാലത്തിന് അതീതമായി നിൽക്കുന്ന ഔപനിഷദമായ ഉപനിഷത്തിൻ്റെ കാലം, ആ കാലത്ത് ജാതിയോ മതമോ ഭേദമോ വ്യത്യാസമോ ഒന്നുമില്ല. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന മഹിതമായൊരു സംസ്കാരം രാജ്യത്തുണ്ടായിരുന്നു. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും എല്ലാ മതത്തെയും ഈ ഭാരതം ഉൾക്കൊണ്ടത്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ജാതിയും ചാതുർവർണ്ണ വ്യവസ്ഥതയും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വന്ന് കാട് കയറി ആ സംസ്കാരത്തെ മറച്ചു കഴിഞ്ഞു. അതിനെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി കാന്തിയും മൂല്യവും നൽകുക എന്നുള്ളതാണ് ഗുരുക്കന്മാരുടെ അവതാര ലക്ഷ്യമായി കണക്കാക്കുന്നത്. അപ്പോ ഇപ്പോ ഹിന്ദുമതം അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ
ചാതുർവർണ്ണ വ്യവസ്ഥിതിയും ജാതിയും അനാചാരവും അന്ധവിശ്വാസം കൊണ്ട് കലുഷിതമായിട്ടുണ്ട്. പക്ഷെ അത് മുഴുവനും അങ്ങനെയാണെന്ന് പറയുവാൻ സാധിക്കില്ല. എത്രയോ ആശ്രമങ്ങളിലും മഠങ്ങളിലും എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ശുദ്ധമായ ഈ സനാതന സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഗുരുദേവൻ SNDP യോഗത്തിന്റെ അവസാനത്തെ സമ്മേളനം 1927 നടന്നപ്പോൾ അതിൽ പങ്കെടുത്തിട്ട് പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് സനാതന ധർമ്മം ഒരു മതമാകുന്നു. മതപരിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ സനാതന ധർമ്മത്തിലേക്ക് പരിവർത്തനം ചെയ്യട്ടെ. മനുഷ്യർ ഒരു ജാതിയിൽപ്പെട്ടവരാണ്, ഒരു മതത്തിൽപ്പെട്ടവരാണ്, ഒരു ദൈവത്തിൽപ്പെട്ടവരാണ്, മനുഷ്യരൊന്നാണ് എന്നുള്ളതാണ് ഗുരു വിഭാവനം ചെയ്യുന്ന സനാതന ധർമ്മം. അത് അനാദിയാണ്. അതിൽ നമുക്ക് ദോഷം കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷെ ഇടയ്ക്ക് വന്ന് കയറിയ ജാതിയും അനാചാരവും ദുരാചാരവും ചാതുർവർണ്ണയവും അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ദൂരീകരിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. ആദ്യം ശ്രീ M. ജയചന്ദ്രൻ, ഇന്നിപ്പോൾ മന്നം ജയന്തി പരിപാടിയിൽ താങ്കളും പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുകുമാരൻ നായരുടെ വാക്കുകൾ താങ്കൾ നേരിട്ട് കേട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ശിവഗിരിയിൽ നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം വരുന്നു, അതിനെ മുഖ്യമന്ത്രി ശരിവെക്കുന്നു എന്നതാണോ സുകുമാരൻ നായരെ ചൊടിപ്പിച്ചിരിക്കുന്നത്? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇതൊരു ആചാരമാണോ കീഴ്വഴക്കമാണോ എന്ന ചർച്ച തുടങ്ങാനായിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇപ്പോ സ്വാമി സച്ചിദാനന്ദയും അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം നൽകിയല്ലോ റിപ്പോർട്ടർ ചാനൽ തത്സമയം. അപ്പൊ അതുകൂടെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? പ്രശ്നം ഇതൊന്നും അല്ല എന്നത് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. എല്ലാവരും അങ്ങനെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പൊതുവിൽ. കാരണം ഇത് അദ്ദേഹം മിനിഞ്ഞാന്ന് പ്രസംഗിക്കുമ്പോൾ സച്ചിദാനന്ദ സ്വാമി അധ്യക്ഷ പ്രസംഗമാണ് നടത്തിയത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന യോഗം സംസാരിച്ചത്. അന്ന് അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിലാണ് സ്വാമി ഈ വിവരം ഇങ്ങനൊരു കാര്യം പറയുന്നത്. പറഞ്ഞിപ്പോ റിപ്പോർട്ടർ ചാനലിൽ അത് കൂടുതൽ വിശദീകരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് അത് സർക്കാർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമായിട്ട് അദ്ദേഹം പറയുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ടോൺ മാറുകയാണ്. ഇപ്പോ മുഖ്യമന്ത്രി സർക്കാരിന്റെ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്തില്ല, എന്നാൽ എല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു. ബാക്കിയുള്ളവർ ആലോചിക്കും, കാലാന്തരത്തിൽ അത് വരികയും ചെയ്യും എന്ന അഭിപ്രായം പങ്കുവെച്ചു. പക്ഷെ ഇന്ന് സുകുമാരൻ നായരുടെ പ്രസ്താവന കൂടെ വന്നതിന് ശേഷം ഇപ്പോൾ സ്വാമി നമ്മുടെ ചർച്ചയിൽ തന്നെ പങ്കെടുത്ത് പറഞ്ഞ എന്താണ്? അത് സർക്കാർ നടപ്പിലാക്കണം എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോഴേക്ക് വാസ്തവത്തിൽ എന്തായിരുന്നു ശിവഗിരിയിൽ മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം? അത് ഈ സ്മൃതി അദ്ദേഹത്തോട് ചോദിച്ചല്ലോ, സനാതന ധർമ്മത്തിന് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം വ്യാഖ്യാനം നൽകി. ആ വ്യാഖ്യാനത്തിന്റെയും അപ്പുറമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് സനാതന ധർമ്മത്തിന്റെ വക്താവോ പ്രയാക്താവോ അല്ല നാരായണ ഗുരു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അവിടെ അസന്നിഗ്ധമായി അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഒരു നവയുഗത്തിന്റെ പന്ഥാവും പഥികനുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ കാണേണ്ടത്. വിശദമായി പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മനുഷ്യാണാം മനുഷ്യത്വം ജാതി, മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് ഗുരു പറഞ്ഞതടക്കമുള്ള നിരവധി ഉദ്ധരണികളും അദ്ദേഹത്തിൻ്റെതായി മുഖ്യമന്ത്രി ആ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ മന്നം ജയന്തിയുടെ ഉദ്ഘാടനത്തിൽ ഇന്ന് സ്വാഗത പ്രസംഗം നടത്തി ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായർ പറയുമ്പോൾ ആ പരാമർശങ്ങൾ, സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഒന്നും തന്നെ അവിടെ വിഷയീഭവിക്കുന്നില്ല. സച്ചിദാനന്ദ സ്വാമി അന്ന് പറഞ്ഞ ആ പ്രസംഗം, മിനിഞ്ഞാന്ന് പറഞ്ഞ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് ചില വരികൾ അദ്ദേഹം അന്ന് പറഞ്ഞത്, സച്ചിദാനന്ദ സ്വാമി ഇന്ന് പറഞ്ഞതല്ല അന്ന് പറഞ്ഞത്. സുകുമാരൻ നായർ പക്ഷേ അതിനെ തെറ്റായിട്ടാണ് ഇന്ന് വ്യാഖ്യാനിച്ചതെങ്കിലും ഇപ്പോ സ്വാമി പറയുന്നതോടുകൂടി സുകുമാരൻ നായർ പറഞ്ഞതും സ്വാമി പറഞ്ഞതും ഒന്നായിട്ട് വരുന്നുണ്ട്. ആശയത്തിൽ ഒരേ തലത്തിൽ വിമർശിച്ചുകൊണ്ടാണ് സുകുമാരൻ നായർ പറഞ്ഞത്, സ്വാമി പറഞ്ഞത് വിമർശിച്ചുകൊണ്ടല്ല, ആവശ്യം എന്നുള്ള നിലയ്ക്കുമാണ്. അപ്പോ ഇവിടെ ഇദ്ദേഹം ചോദിക്കുന്നത്, NSS ജനറൽ സെക്രട്ടറി ഇപ്പോൾ ചോദിക്കുന്നത് ആചാരങ്ങൾ മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. അതാണല്ലോ ചോദ്യം, അദ്ദേഹത്തിന്റെ ചോദ്യമായിട്ട് വരുന്നത്. മറ്റേ കാര്യത്തിലേക്ക് വരുന്നുമില്ല. സനാതന ധർമ്മം എന്നുള്ള വിഷയത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കാൻ തയ്യാറുമല്ല. എനിക്ക് തോന്നിയത് ആചാരങ്ങൾ മാറ്റാൻ പറ്റും, അതിന് ഏതെങ്കിലും തന്ത്രി വിഘാതമായിട്ട് നിൽക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ
പിന്നെ ആ തന്ത്രിയെ മാറ്റുന്ന അടക്കമുള്ള തീരുമാനങ്ങൾക്ക് ആ ക്ഷേത്ര കമ്മിറ്റിക്ക് അധികാരമുണ്ട്. അങ്ങനെയാണ് കേരളത്തിലെ ക്ഷേത്ര കമ്മിറ്റികളെല്ലാം പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളാവട്ടെ ദേവസ്വം ബോർഡിന്റെ ആണ്, നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അത്തരം ക്ഷേത്രങ്ങൾ ക്ഷേത്രോപദേശക സമിതികളെ ഉള്ളൂ. ഞാൻ പറഞ്ഞ അല്ലാതെ സ്വകാര്യ ക്ഷേത്രങ്ങൾ നിരവധി ഉണ്ടല്ലോ. പ്രഗത്ഭമായ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ വരെയുണ്ട്. അവിടെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അതത് ക്ഷേത്ര കമ്മിറ്റികൾക്ക് തന്നെ അധികാരമുണ്ട്. ആ അധികാരം നിർവഹിക്കാൻ ആ ക്ഷേത്രത്തിലെ തന്ത്രി വഴങ്ങുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വിസമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തന്ത്രിയെ തന്നെ മാറ്റി വേറൊരു തന്ത്രിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള അധികാരം ആ ക്ഷേത്ര കമ്മിറ്റിക്കാണുള്ളത്. അതിൽ തന്ത്രസമാജത്തിന് ഇടപെടാൻ അധികാരവുമില്ല. അങ്ങനെ അവർ ചെയ്യാറുമില്ല. തന്ത്രസമാജം അക്കാര്യത്തിൽ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ്. അക്കീരമൺ ഭട്ടതിരിയൊക്കെ അദ്ദേഹം വളരെ ഉദാരമായ അങ്ങനെ ഒരു ക്ഷേത്ര കമ്മിറ്റിക്ക് തന്ത്രിയെ മാറണമെന്നാണ് അഭിപ്രായം, അല്ലെങ്കിൽ മാറിക്കോളൂ എന്നുള്ള അഭിപ്രായം പങ്കുവെക്കുന്ന ആൾ തന്നെയാണ് കഥാസ് ഭട്ടതിരിപ്പാട്. അദ്ദേഹമാണ് തന്ത്രീയ സമാജത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പൊ അത്തരത്തിൽ ആചാരങ്ങൾ മാറ്റപ്പെടാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളത് അറിയാത്ത ആളൊന്നുമല്ല NSSന്റെ ഏറ്റവും സമുന്നതനായ ജനറൽ സെക്രട്ടറി. അപ്പൊ അത് അറിയുന്ന ഒരാളായി തന്നെ അദ്ദേഹം അത് പറയുമ്പോൾ അതിന് അർത്ഥതലങ്ങൾ പലതുണ്ട്. ആ അർത്ഥതലങ്ങളിലേക്ക് എനിക്കതിന് അർഹതയുണ്ട് എന്നൊക്കെ സ്വാമി പറയുന്നുണ്ട്. അത് ഇരിക്കട്ടെ. പ്രശ്നം ഇവിടെ വരുന്നത് ഇതൊരു വലിയ പ്രശ്നമായിട്ട് കേരളത്തിൽ വരാൻ പോകുന്നു എന്നുള്ള നിലയിലുള്ള വ്യാഖ്യാനങ്ങളോട് എനിക്ക് യോജിപ്പില്ല. അതിനോട് ഞാൻ യോജിക്കുന്ന ആളല്ല. കാരണം ഈ അംബേദ്കർ തന്നെ ഗംഭീരമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുള്ളത്, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണത്. അതിൽ തന്നെ പറയുന്നുണ്ട് ജാതി വ്യവസ്ഥയുടെ സൈദ്ധാന്തികൻ ആരാണ്? മലയാളി തന്നെയായിട്ടുള്ള ആദിശങ്കരൻ, ശങ്കരാചാര്യർ അത് സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹം ആ പുസ്തകത്തിനെതിരെ, അതിന്റെ ഉള്ളടക്കത്തിനെതിരെ മഹാത്മാഗാന്ധി ലേഖനം എഴുതുന്നുണ്ട് ഹരിജനിൽ. അതിനെ സംബന്ധിച്ചുള്ള വിമർശനവും അംബേദ്കർ പിന്നെ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ജാതി വ്യവസ്ഥയുടെ സൈദ്ധാന്തികനായി തന്നെ ആദിശങ്കരനെ അവതരിപ്പിക്കുന്ന അംബേദ്കർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോഴാണ് ഇവിടെ ഈ സനാതനധർമ്മത്തിന്റെ പ്രശ്നവുമായി, ഇപ്പോൾ സനാതനധർമ്മം എന്ന് പറഞ്ഞ ചിരന്തന മൂല്യമാണോ, അത് ശാശ്വതമായ ഒരു ധാർമ്മിക വിചാരമാണോ? ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഞാനത് പറഞ്ഞിരുന്നു. ഞാൻ എവിടെയും ശരിയാണ് ശ്രീ ജയേന്ദ്രൻ. നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് മേൽവസ്ത്രവുമായി ബന്ധപ്പെട്ടാണെന്ന് സുകുമാരൻ നായർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടത്, അതിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അതൊരു വലിയ വിഷയമായി ഇവിടെ ഉടലെടുക്കാൻ സാധ്യതയില്ല. കാരണം അത് നടപ്പാക്കണമല്ലോ. അപ്പോൾ ആരിൽ നിന്ന് ആ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ, ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നു എന്നുള്ള പ്രധാനമാണ്. സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് സർക്കാർ എല്ലായിടത്തും അത് നിർബന്ധപൂർവ്വം നടപ്പാക്കാൻ സർക്കാരിനുമാവുകയില്ല. സർക്കാരിനെ സംബന്ധിച്ച് ശബരിമല വിഷയത്തിൽ തന്നെ കൈപൊള്ളിയതാണ്. അതുകൊണ്ട് അതത് ക്ഷേത്രങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നുള്ള കാര്യം തന്നെയാണ്. അതിലേക്ക് കൂടി വരേണ്ടതുണ്ട്. ഇപ്പോൾ ശിവഗിരി മഠം ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രിയും പങ്കുവച്ചിരിക്കുന്നത്. ഞാനൊന്ന് BJP പ്രതിനിധിയിലേക്ക് പോയ ശേഷം ശ്രീ ഗോപകുമാർ താങ്കളിലേക്ക് വരാം. ശ്രീ K. സോമൻ, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങൾ ആർക്കൊപ്പം നിൽക്കുന്നു? ശിവഗിരിക്കൊപ്പമാണോ അതോ NSSനൊപ്പമാണോ എന്നൊരു ചോദ്യം പറയുമ്പോൾ ഉറച്ചൊരു നിലപാടെടുക്കണം. കാരണം ശബരിമല വിഷയം പോലെ ആകരുത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ ആദ്യം RSS ഒരു നിലപാടെടുത്തു. അത് പ്രധാനപ്പെട്ട പത്രങ്ങളിലടക്കം വന്നാണ്. പിന്നീടാണ് മറ്റൊരു സുവർണാവസരം വന്ന ഘട്ടത്തിൽ മറ്റൊരു നിലപാടെടുക്കുകയും ആ നിലപാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതിഷേധ സമരങ്ങളിലേക്ക് തന്നെ പോവുകയും ചെയ്തു. അപ്പോൾ ഇതിൽ കൃത്യമായ എന്താണ് BJPയുടെ നിലപാട്? സ്മൃതി, ഈ കാര്യത്തിൽ സച്ചിദാനന്ദ സ്വാമികൾ ശിവഗിരിയിൽ തുടങ്ങി വെച്ച ഒരു അഭിപ്രായം, അതിന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി ഏറ്റെടുത്തു പ്രതികരിച്ച ആ ഒരു സാഹചര്യം, ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് കൃത്യമായി BJPയുടെ നിലപാട്, സ്മൃതി ചോദിച്ചതുപോലെ ശിവഗിരിക്കൊപ്പമാണോ NSSനൊപ്പമാണോ എന്ന ചോദ്യമല്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാടെന്തെന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൽ ഇപ്പൊ ബ്രാഹ്മണ്യമാണല്ലോ ചർച്ച. ഇവിടെ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ബ്രാഹ്മണ്യത്തിൻ്റെ മേധാവിത്വത്തെക്കുറിച്ചിട്ടാണല്ലോ ബഹുമാനനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശിവഗിരിയിൽ നിന്ന് അധിക പ്രസംഗം നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ കാഴ്ചപ്പാട് വളരെ കൃത്യമാണെന്നേ. ബ്രാഹ്മണ്യം എന്നുള്ളത് അത് ജന്മം കൊണ്ട് നേടുന്നതല്ല എന്ന് സുചിന്തിതമായ അഭിപ്രായം ഈ കേരളീയ സമൂഹത്തോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് കർമ്മം കൊണ്ട് നേടിയതാണ്, നേടേണ്ടതാണ്, ആർജിക്കേണ്ടതാണ് എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിൽ. ആ നിലപാട് തുറന്നു പറയുമ്പോൾ
അബ്രാഹ്മണന്മാരായിട്ടുള്ള ആളുകൾക്ക് ബ്രഹ്മത്തെ അറിയാനും ആ ബ്രഹ്മചൈതന്യത്തെ സേവിക്കാനുമുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശീലന കേന്ദ്രം ആരംഭിച്ചത് കേരളത്തിൽ RSS ആണ്. തീർച്ചയായും ശ്രീ കെ സോമൻ, കഴിഞ്ഞ ചർച്ചയിൽ BJP പ്രതിനിധി ഇക്കാര്യം വളരെ വിശദമായി പറഞ്ഞിരുന്നു. സനാതന ധർമ്മം തന്നെയായിരുന്നു വിഷയമായിരുന്നത്. എനിക്ക് ഈ ക്ഷേത്രത്തിലെ മേൽവസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് നമ്മൾ എത്തണമെന്നൊരു ഒരു അഭ്യർത്ഥനയുണ്ട്. അതുമായി ബന്ധപ്പെട്ട BJPയുടെ നിലപാടൊന്ന് കൃത്യമായി പറഞ്ഞാൽ കൊള്ളാം. സ്മൃതി, ഞാൻ അവിടേക്ക് തന്നെയാണ് വരുന്നത്. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി സനാതനധർമ്മത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇതിൽ ആത്മാർത്ഥതയില്ല എന്നുള്ള സമീപനമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വിശ്വഹിന്ദു പരിഷത്തിന്റെ ഉടമസ്ഥതയിലുള്ള എറണാകുളത്ത് പാവക്കുളത്തെ ശിവക്ഷേത്രം, അവിടെ എങ്ങനെയാണ് കയറുന്നത് ഭക്തന്മാർ, വിശ്വാസികൾ അവിടെ എങ്ങനെയാണ് കയറുന്നതെന്ന് സ്മൃതി ഒന്ന് അന്വേഷിച്ചോളൂ. ഈ ചർച്ച വരുന്നതിന് മുമ്പേ അവിടെ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട്, ഷർട്ട് ഇട്ടുകൊണ്ട്, പാൻറ് ഇട്ടുകൊണ്ട് അവിടെ കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്ത സംഘടനയാണ് കേരളത്തിൽ വിശ്വഹിന്ദു പരിഷത്ത്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് എന്താണ്? സച്ചിദാനന്ദ സ്വാമികളുടെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ശിവഗിരിയുടെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളിൽ ആ വിശ്വാസികൾ അങ്ങനെ പോകണം എന്ന് ആഹ്വാനമുണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ട് അവർ അവിടെ പൊക്കോട്ടെ. NSS വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത്തരം ആരാധനാലയങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ അവരും അവരുടെ യുക്തിക്കനുസരിച്ച് അവിടെ പൊക്കോട്ടെ, അതിലൊന്നും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുന്നില്ല എന്ന നിലപാട് NSS ജനറൽ സെക്രട്ടറി സ്വീകരിച്ചത് തത്സമയം കേട്ടതാണ് ഞാൻ. ഇവിടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പരിവർത്തനം വരുത്തണമെന്നതിനു വേണ്ടി പരിശ്രമിക്കേണ്ടത് ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് തന്ത്രിമാരുടെ അഭിപ്രായത്തെക്കുറിച്ച് പറയുമ്പോൾ തന്ത്രിമാരെ മാറ്റിക്കൊണ്ടാണെങ്കിലും വേണ്ടില്ല ഈ പരിവർത്തനം അടിച്ചേൽപ്പിക്കണമെന്ന് പറയുന്ന ഇടതുപക്ഷ പ്രതിനിധിയുടെ സമീപനത്തോട് എനിക്ക് യോജിപ്പില്ല. ഇവിടെ സമവായം ഉണ്ടാവണം. ഇവിടെ ക്ഷേത്രങ്ങളിൽ ആചാരങ്ങൾ മാറുന്ന സമയത്ത്, അനുഷ്ഠാനങ്ങൾ മാറുന്ന സന്ദർഭത്തിൽ അത് ദൈവഹിതം എന്താണെന്ന് അറിയണം. ഓരോ ക്ഷേത്രത്തിലും ഓരോ രീതിയിൽ ദൈവഹിതം എന്നൊന്നുണ്ടോ? ഇനിയിപ്പോൾ ഇത് ആചാരമാണ് എന്ന് പറയുകയാണെങ്കിൽ ഏത് പ്രമാണത്തിലാണ് ഈ ആചാരം എഴുതി വെച്ചിട്ടുള്ളതെന്ന് ചോദ്യമുണ്ടല്ലോ. ഷർട്ട് ഒഴിവാക്കണം എന്ന രീതിയിൽ എവിടെയാണ്, മേൽവസ്ത്രം ഒഴിവാക്കണം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇപ്പോൾ തന്ത്രസമുച്ചയം, തന്ത്രമഞ്ജരി, ഇതൊക്കെയാണല്ലോ ഈ പ്രമാണങ്ങൾ, ആചാര പ്രമാണങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളായി പറയുന്ന. എവിടെയും ഈ മേൽവസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നത്. സ്മൃതി, ഇത് അംഗീകരിക്കപ്പെടുക തന്നെയാണ്. BJPയുടെ സുചിന്തിതമായ അഭിപ്രായം അത് തന്നെയാണ്. മേൽവസ്ത്രം ഉപേക്ഷിക്കണമെന്നല്ല. സന്യാസി സമ്മേളനം പറഞ്ഞത് എന്താണെന്ന് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടാണ് പോയത്. ചിദാനന്ദ സ്വാമികൾ അത് പറഞ്ഞു എന്നുള്ളത് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതാണ്, ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഇവിടെ ഇന്ന് സുകുമാരൻ നായർ ഉന്നയിച്ച വേറൊരു വിഷയമുണ്ട്. അതൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കണം സ്മൃതി. അതൊന്ന് പൂർത്തിയാക്കാൻ ഒരു 30 സെക്കൻഡ് സമയം തരണം. ഇതര മതവിഭാഗങ്ങളുടെ ആചാരങ്ങളിൽ ഈ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ടെന്നേ. ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന്റെയും ഇസ്ലാമിക സമൂഹത്തിന്റെയും വിവാദമായിട്ടുള്ള ആചാരങ്ങളുണ്ടല്ലോ. ആ ആചാരങ്ങളെ സംബന്ധിച്ച് ഈ സർക്കാർ അഭിപ്രായം പറയുമോ, അതിലെന്താണ് നിലപാട് സ്വീകരിക്കുമോ എന്ന് NSSന്റെ ബഹുമാനായ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചിട്ടുണ്ട്, ചോദ്യമായി ഉന്നയിച്ചിട്ടുണ്ട്. അത് ചർച്ചയ്ക്ക് വരണം. പക്ഷേ ശ്രീ സോമൻ, അതിലൊരു ദുസ്സൂചനയുണ്ട് ശ്രീ സോമൻ. കാരണം ഹിന്ദു സമൂഹത്തിനകത്തു നിന്ന് വരുന്ന ചർച്ചകൾ, അതിന്മേൽ നടപടികൾ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് മുസ്ലിം വിഭാഗത്തെക്കുറിച്ച് മിണ്ടാത്തത്, നിങ്ങൾ എന്താണ് ക്രിസ്ത്യൻ വിഭാഗത്തെക്കുറിച്ച് മിണ്ടാത്തത് എന്ന ചോദ്യം അതെവിടെയാണ്, അതെങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കാനാവുക എന്നൊരു വിഷയമുണ്ട്. ഇനി മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട്, അവരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ചർച്ചകൾ അവർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഘട്ടത്തിലൊക്കെ വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പർദ്ദ വിഷയം, യൂണിഫോം വിഷയം, അതൊക്കെ ആ രൂപത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട്, ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതെന്താ മറ്റേത് ചർച്ച ചെയ്യാത്തത് എന്ന ചോദ്യം, അതൊരു നല്ല സമീപനമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ സോമൻ, ഞാൻ തിരിച്ചെത്താം. ഡോക്ടർ ജി ഗോപകുമാർ, താങ്കൾ ഈ വിവാദത്തിൽ വരുന്ന പ്രതികരണങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ സ്വാമി സച്ചിദാനന്ദയുടെ പ്രതികരണം താങ്കൾ ഇപ്പോൾ നേരിട്ട് കേട്ടു. അതിനു മുൻപ് കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിന്റെ തുടർച്ചയായി NSSൽ നിന്ന് വന്നിരിക്കുന്ന, സുകുമാരനാഥിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം, അല്പം രൂക്ഷമായ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഇപ്പോൾ
വിശ്വാസികൾ തീരുമാനിക്കേണ്ട കാര്യം മറ്റ് സമുദായങ്ങളിൽ മറ്റു മതങ്ങളിലേക്ക് എന്തുകൊണ്ട് സർക്കാരിന് വിമർശനം ഉന്നയിക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം കൂടിയാണ് സുകുമാരൻ നായർ എടുത്തിട്ടത്. താങ്കൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു? ഇവിടെ വ്യക്തമായ ഒരു ധ്രുവീകരണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് അഭിപ്രായം ആദ്യമായിട്ട് പറയാനുള്ളത്. സ്വാമി സച്ചിദാനന്ദ ധർമ്മത്തെക്കുറിച്ചും സനാതന ധർമ്മത്തെക്കുറിച്ചും പറഞ്ഞതൊക്കെ വളരെ മനോഹരമായി തന്നെ അദ്ദേഹം അവതരിപ്പിക്കുകയും അതിൻ്റെ യുക്തിയും പ്രായോഗികതയും അതിൻ്റെ നന്മയെക്കുറിച്ചുമെല്ലാം വളരെ വളരെ വിശദമായി തന്നെ പറഞ്ഞാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂ അവസാനിപ്പിച്ചത്. അപ്പോൾ സനാതന ധർമ്മത്തെക്കുറിച്ച് DMK നേതാവായിരുന്ന സ്റ്റാലിൻ പറഞ്ഞതല്ല സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത് എന്നുകൂടി ഓർക്കണം. ഇതേ അഭിപ്രായമാണോ മുഖ്യമന്ത്രിക്കുള്ളതെന്ന് കൂടി നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അദ്ദേഹം സനാതന ധർമ്മത്തെ കണ്ണടച്ച് ആക്ഷേപിക്കുന്ന ഒരു സമൂഹവും അതിനെ എപ്പോഴും തൊട്ടുകൂടായ്മയും അനാചാരങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രം സംസാരിക്കുന്നതിന് എതിരായിട്ടാണ് സച്ചിദാനന്ദ സ്വാമി ഇന്ന് കൺക്ലൂഡ് ചെയ്തത് എന്നുകൂടി നമ്മൾ ഓർക്കണം. കാരണം നമ്മുടെ പാരമ്പര്യത്തിൽ അത് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് സനാതന ധർമ്മത്തെക്കുറിച്ച് താങ്കളും ചോദിച്ചതാണ് അദ്ദേഹത്തോട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രസക്തി അതിൻ്റെ പോസിറ്റീവ് സെൻസിൽ എടുക്കുന്നതിന് പകരം എല്ലാ കാര്യങ്ങളെയും ബ്രാഹ്മണത്വത്തിൽ കൊണ്ട് കൂട്ടിക്കെട്ടുന്ന ഒരു നെഗറ്റീവ് ചിന്താഗതി ഈ നാട്ടിലെ രാഷ്ട്രീയത്തിലുണ്ട്. മറ്റൊന്ന്, ഈ ആചാരങ്ങളും വിശ്വാസങ്ങളുമൊക്കെ അതിൻ്റെ കാലക്രമേണ അതിൻ്റേതായ രീതിയിൽ മാറിക്കൊള്ളട്ടെ. നമ്മളത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ ശബരിമലയിൽ പോയി കൈപൊള്ളിയ ഒരു സാഹചര്യം. കോടതിക്ക് പോലും അക്കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ആചാരങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും പറയും. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്ത് കയറാൻ ഇന്നും സ്ത്രീകൾക്ക് അവകാശമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വന്നത്. അതിന് ശാസ്ത്രീയത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണത്തില്ല. അത് കാലക്രമേണ മാറിക്കൊള്ളും. പക്ഷേ ഇതിനെ ഇത്രത്തോളം അടിച്ചേൽപ്പിച്ച് കൊണ്ടുവരുമ്പോഴാണ് സുകുമാരൻ നായർ ചോദിച്ച മറ്റൊരു കാര്യത്തിന് പ്രസക്തിയുള്ളത്. ഒരു ജനാധിപത്യ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റ് സമുദായങ്ങളെ ടാർഗറ്റ് ചെയ്യാതെ ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചതിൽ എന്താണ് തെറ്റ്? പക്ഷേ ശിവഗിരിയിൽ നടന്ന സംവാദമല്ലേ ഡോക്ടർ ജി ഗോപകുമാർ? ശിവഗിരി സംവാദത്തിന്റെ ഭൂമിയാകണമെന്ന് തന്നെയാണ് ഗുരു ആഗ്രഹിച്ചിട്ടുമുള്ളത്. അങ്ങനെ ഒരു സംവാദമാണ്. അതൊരു നല്ല രീതിയിലുള്ള ചർച്ചയാകട്ടെ, പുരോഗമനപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സഹായിക്കുന്നെങ്കിൽ ഒരു ചർച്ചയാകട്ടെ, അതിൽ തർക്കങ്ങൾ ഉണ്ടാകട്ടെ എന്നതിന് അപ്പുറം അത് എന്തുകൊണ്ട് അപ്പുറത്തേക്ക് ചോദിച്ചില്ല, അവരെ പറ്റി മിണ്ടിയില്ല എന്നതിലാണോ അത് ചെന്ന് അവസാനിക്കേണ്ടത് യഥാർത്ഥത്തിൽ? അല്ല, അത് വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് രാഷ്ട്രീയ നേതൃത്വം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതുകൊണ്ടാണ്. ഒരു സെക്യുലർ രാജ്യത്ത്, നമ്മുടെ രാജ്യത്തെ സെക്യുലറിസത്തിൽ നമുക്കറിയാമല്ലോ, വളരെ അങ്ങനെ തന്നെ വെട്ടിത്തുറന്ന് ചോദിച്ചാൽ ദേവസ്വം ബോർഡും സർക്കാരുമായി എന്ത് ബന്ധമാണുള്ളത്? പക്ഷേ ചരിത്രപരമായ ബന്ധമുണ്ട്. എനിക്കറിയാം ഭരണഘടന എന്താണ് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ മറിച്ച് ചോദിച്ചൂടെ? മതേതരത്വം പറയുന്ന രാജ്യത്തിന് എന്തിനാണ് ക്ഷേത്രഭരണത്തിൽ സ്വാധീനം ചെലുത്തുന്നത്? ഇല്ലെങ്കിൽ അതിന് നിയമപരമായ തടസ്സം എന്തിനാണ് ഇടപെടുന്നത്? ഇതെല്ലാം കൂട്ടിക്കൊഴിഞ്ഞ് കിടക്കയില്ലേ? അത് നമുക്ക് ഒറ്റയടിക്കങ്ങ് മാറ്റാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു ധർമ്മങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, കോടതികൾ തന്നെ ഇപ്പോൾ ഓർത്തഡോക്സ് കക്ഷിയും ഭാവകക്ഷിയുമായിട്ടുള്ള തർക്കങ്ങൾ, യാക്കോബായ കക്ഷിയുടെ തർക്കങ്ങളിൽ ഒരു തീരുമാനമെടുക്കാതെ എന്തുകൊണ്ടൊരു മതത്തിൽ 16ഉം 17 വിഭാഗങ്ങളായി ക്രിസ്തുമതത്തിൽ പള്ളികളുണ്ടാകുന്നു? അതിൽ തന്നെ പിളർന്നു പോകുന്നു. ഇതൊന്നും ജനാധിപത്യത്തിൽ ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ചോദിക്കും. അത് പ്രത്യേകിച്ച് ശിവഗിരി മഠത്തിൽ സംവാദം നടക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ അത് രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കുകയും ശബരിമലയിൽ ഉണ്ടായിരുന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീടുണ്ടായ മാറ്റങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ കാണുമ്പോൾ അതിനി മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിലാണോ എന്നുള്ള നിലയിൽ ചോദ്യം വരും. പക്ഷെ താങ്കൾ പറയുന്നത് പോലെ മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് പറയുമ്പോൾ ആദ്യ സ്റ്റെപ്പ് എവിടെ നിന്ന് വരുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. അങ്ങനെയല്ല, മാറുന്നെങ്കിൽ മാറട്ടെ എന്നല്ല, കാലാനുസൃതമായ മാറ്റമുണ്ടാകും. എങ്ങനെ ഉണ്ടാകും? ആരാദ്യം നടപടികൾ എടുക്കും? മാറേണ്ട സമയമായില്ലേ? അവിടെയാണ് വിശ്വാസികൾക്ക് പ്രാധാന്യമുള്ളത്. നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിശ്വാസത ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെയാണ് സ്മൃതി. പക്ഷേ രാഷ്ട്രീയ നേതൃത്വമല്ല അത് ആദ്യം പറഞ്ഞത്. ഡോക്ടർ ജി ഗോപകുമാർ, സ്വാമി സച്ചിദാനന്ദയാണ് അത് ആദ്യം പറഞ്ഞത്. പിന്നീട് അതിനെ ശരിവെച്ചുകൊണ്ട് പിണറായി വിജയൻ സംസാരിക്കുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പുരോഗമനപരമായ കാര്യങ്ങളിലൊന്നും മിണ്ടാനേ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ? അതെ, ഇല്ല, ഒരിക്കലുമില്ല. അതുകൊണ്ടാണല്ലോ ഈ ചർച്ചയിൽ മറ്റഭിപ്രായങ്ങൾ വരുന്നത്. സ്വാമിജിക്ക് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. തീർച്ചയായിട്ടും വർക്കല ശിവഗിരിയിലെ ബൗദ്ധികമായ ചർച്ചകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഇനിയും അത്തരം ചർച്ചകൾ തുടരുകയും വേണം, സംശയമൊന്നുമില്ല. പക്ഷേ അത് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവിടെയാണല്ലോ മതേതരത്വം ഒരു ചർച്ചയായി വരുന്നത്. ഈ വിഷയം കൈകൊള്ളുന്നൊരു വിഷയമാണെന്ന് രാഷ്ട്രീയ നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം.
പക്ഷേ ഇങ്ങനെ ഇടപെടുമ്പോൾ മറുവശത്തുനിന്ന് വരുന്ന ആശയങ്ങൾ അതിനെ അപ്പാടെ അങ്ങ് തള്ളിക്കളയുന്നത് ശരിയല്ല. ഈ ചിന്താഗതി മറുവശത്ത് പ്രശ്നങ്ങളുണ്ടാകും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സതീശൻ പറഞ്ഞ ഒരു വാക്ക് ഞാനിപ്പോൾ കടമെടുക്കുകയാണ്. പച്ചവെള്ളത്തിൽ പോലും തീപിടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലെ വർഗീയത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ സൂക്ഷിച്ചല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ജി ഗോപകുമാർ, താങ്കളുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയൂ. സ്വാമി തന്നെ പറഞ്ഞ ഒരു കാര്യം, തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ ഷർട്ടിടാതെ പുരുഷന്മാർ വരുന്നു, ചിലർക്ക് ത്വക്ക് രോഗമുണ്ടാകാം, വിയർപ്പ് ഒഴുകുന്നു, ഭയങ്കര തിരക്കുണ്ടാകുമ്പോൾ കുറേ നേരം ക്യൂ നിൽക്കുമ്പോഴൊക്കെ വരുന്ന പ്രശ്നമാണ്. ഇപ്പോൾ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രത്തിലൊക്കെ എത്ര ക്യൂ നിന്നാലാണ് ഒന്ന് ദർശനം സാധ്യമാവുക? അപ്പോൾ അവിടെ തിക്കും തിരക്കും, സ്ത്രീകൾക്കും ഇവർക്കിടയിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ. അപ്പോൾ ഇതൊക്കെ അവരെ സംബന്ധിച്ചും മേൽവസ്ത്രമില്ലാതെ നിൽക്കുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ചും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൂടെ എന്നൊരു ചർച്ച, അത് ചർച്ചയെ ചെയ്യാൻ പാടില്ല എന്നാണോ? തീർച്ചയായിട്ടും ഇല്ല. ആര് പറഞ്ഞു? ചർച്ച ചെയ്യണം. സ്വാമിജി ചർച്ച ചെയ്ത നല്ല കാര്യം. ആ ചർച്ച വരട്ടെ. വരണ്ടെന്ന് ആര് പറഞ്ഞു? സ്വാമിജിക്ക് അത് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ആ ചർച്ച വരട്ടെ, ഇനിയും ആ ചർച്ച തുടരട്ടെ. ഗുരുവായൂരുള്ള കാര്യം ഉൾപ്പെടെയുള്ള എല്ലാ അമ്പലങ്ങളിലെ കാര്യവും, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഉടുപ്പിട്ടുകൊണ്ട് തന്നെ കയറാം. അവിടുത്തെ കാലാവസ്ഥയും അതാണ് പറയുന്നത്, ശബരിമലയിലും അതാണ് പറയുന്നത്. മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. പക്ഷേ അത് പൊളിറ്റിക്കലായിട്ട് വരില്ലെന്നേ എൻ്റെ അഭിപ്രായമുള്ളൂ. അതൊരു സമന്വയത്തിൽ കൂടി കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായത്തോട് തീർച്ചയായിട്ടും യോജിക്കാം. അതിനെ വിശ്വാസികളെ മാറ്റി നിർത്തി ക്ഷേത്ര കമ്മിറ്റികൾ മാത്രം തീരുമാനിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ, നാട്ടിലെ ക്ഷേത്ര കമ്മിറ്റികളെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടതല്ലേ? നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണോ? ക്ഷേത്ര കമ്മിറ്റി, ഉപദേശ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് പാർട്ടികൾ പിടിച്ചടക്കി വെച്ചിരിക്കുകയല്ലേ? അപ്പോൾ അവരെടുക്കുന്ന തീരുമാനം അടിച്ചേൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും വിശ്വാസികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വരും. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു ക്ഷേത്രത്തിൽ ഉൾപ്പെടെ എന്തുകൊണ്ട് സ്ത്രീകളെ ശ്രീകോവിലിൽ കയറ്റുന്നില്ല? അതൊന്ന് മാറ്റാൻ ദേവസ്വത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കാമോ? അതിനുള്ളൊരു ധൈര്യം കാണിക്കാമോ? അപ്പോൾ അവിടെ ആചാരങ്ങൾ ഒരു പക്ഷേ വിശ്വാസമായിരിക്കാം. ആ വിശ്വാസത്തിൽ അവർ കുറച്ച് നാൾ മാറട്ടെ. അത് ചിന്താഗതി മാറ്റങ്ങളനുസരിച്ച് വ്യത്യാസം വരുമല്ലോ. നമ്മൾ ഈ കണ്ട ലോകത്ത് അങ്ങനെയല്ലേ? ഇന്ന് പുരുഷാധിപത്യം മാറിയില്ലേ? കുടുംബ ജീർണിച്ച ഫ്യൂഡൽ വ്യവസ്ഥ മാറിയില്ലേ? ശ്രീ ഗോപകുമാർ, ഇത് ആചാരമാണോ കീഴ്വഴക്കമാണോ എന്ന സംശയം വരുന്നത്. തന്നെ പറയുന്നു പല ക്ഷേത്രങ്ങളിലും അതില്ല. പല കാര്യങ്ങളും കോടതിയിൽ പറയുന്ന പല കാര്യങ്ങളും ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വിവാഹത്തിൽ പോലും പ്രത്യേകിച്ച് ഹിന്ദു മാരേജ് ആക്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റംസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കോടതി തന്നെ നോക്കുന്നത് ആചാരങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ഈ ആചാരവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നും ഇതേക്കുറിച്ച് പറയുന്നില്ല. മാറ്റും ഇതേക്കുറിച്ച് പറയുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ക്ഷേത്രങ്ങൾ ശാസ്ത്രീയത ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ചില കാര്യങ്ങൾക്ക് ശാസ്ത്രീയത ഇല്ല, സത്യം തന്നെയാണ്. ആനുകാലിക സാഹചര്യത്തിൽ നോക്കുമ്പോൾ അതിന് ശാസ്ത്രീയത ഇല്ല. പക്ഷേ അതൊരു വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസികളെക്കാട് മാറി നിൽക്ക്, ഞങ്ങൾ തീരുമാനിച്ചോളാം. അങ്ങനെ ഒരു സെക്കുലറിസം കൊണ്ടുവരുമ്പോൾ നല്ലത് എല്ലാ മതത്തിലും കൊണ്ടുവരണമെന്ന് ചോദിക്കുമ്പോൾ അതിന് നെറ്റ് ചുളിക്കുന്നത് എന്തിനാ? അതിനുള്ള ധൈര്യം കാണിക്കാത്ത എന്താ? ഇവിടെയാണ് രാഷ്ട്രീയം കടന്നു വരുന്നത്, കക്ഷി രാഷ്ട്രീയം കടന്നു വരുന്നതാ. ഒന്നുകിൽ നിങ്ങൾ എല്ലാവരെയും ആക്ഷേപിക്കണം, ഇല്ലെങ്കിൽ ഇതിനൊന്നും പോകരുത്. അങ്ങനെയുള്ള വിമർശനം നോക്കുമ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് ചെന്ന് പഴുത് വീഴുകയല്ലേ? നമ്മൾ ഈ കേരളത്തിലെ രാഷ്ട്രീയം പച്ചയ്ക്ക് കണ്ടതല്ലേ? ഏതിലും വർഗീയത കാണുന്ന ഒരു സാഹചര്യം ഉള്ളതല്ലേ? അപ്പോൾ അത് പറയാൻ പാടില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ശ്രീ എം ജയചന്ദ്രൻ, സനാതന ധർമ്മത്തെക്കുറിച്ച് സ്റ്റാലിൻ പറഞ്ഞ കാര്യമല്ലല്ലോ, സ്റ്റാലിൻ്റെ മകൻ പറഞ്ഞ കാര്യമല്ലല്ലോ ഇപ്പോഴും സ്വാമി സച്ചിദാനന്ദജി പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന് എത്രയോ വിശാലമായി അതിനെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നമുക്ക് ആത്മീയത എന്നുള്ളതിനെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ കാണാതെ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പൊളിറ്റിക്സ് കൊണ്ടുവരുമ്പോൾ ഇത്തരം വിമർശനങ്ങൾ സർക്കാർ ഇതിൽ സ്വന്തമായൊരു നിലപാടെടുത്ത് നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാരിന് പോകാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം, അതിലെന്തുകൊണ്ട് ഈ ക്രിസ്തുമത വിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസത്തിലേക്കോ അതിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിലേക്കോ പോകാൻ ധൈര്യം കാണിക്കുന്നില്ല എന്ന ചോദ്യത്തിന് സർക്കാർ മറുപടി പറയണ്ടേ? വെക്കാനൊന്നും പറ്റില്ലല്ലോ. അത് ആ ഓപ്പൺനെസ് കാണാൻ മടിക്കുന്നതുകൊണ്ടേ ഉള്ളൂ ഇത്തരം വിമർശനങ്ങൾ വരാൻ കാര്യം. ഒരു ഉദാഹരണം പറയാം. ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ, അതാണല്ലോ ഒരു പരാമർശം. പിന്നെ ക്രിസ്ത്യാനികൾ, പിന്നെ ഹിന്ദുക്കൾ. അത് മുസ്ലിങ്ങളെ തന്നെ എടുക്കൂ. കേരളത്തിലെ മുസ്ലിങ്ങളിൽ അവരുടെ വീടുകളിൽ എന്താണ് ഉറുദു സംസാരിക്കാത്തത്? രാജ്യത്തെ മറ്റിടങ്ങളിൽ അങ്ങനെയല്ലല്ലോ. വീടുകളും ഉറുദു ആണല്ലോ സംസാരിക്കുന്നത്.
അതെന്താണ് പഠന വിധേയമാക്കാത്തത്? അല്ലെങ്കിൽ ഈ സമുദായ നേതാക്കൾ പിന്നെ മറ്റാൾക്കാർ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാത്തത്? അത്രത്തോളം അവർ കേരളത്തിന്റെ ആ സെക്യുലർ ഫാബ്രിക്കുമായിട്ട് പിന്നെ ഇഴുകിച്ചേർന്നാണ് ജീവിക്കുന്നത്. അവർക്കറിയാത്തത് കൊണ്ടല്ല, ഉറുദു അറിയാത്തത് കൊണ്ടല്ല അവർ ഉറുദു സംസാരിക്കാത്തത്. അത് അവരുടെ ശീലം അതാണ്. കേരളീയ പൊതുസമൂഹത്തിൽ അവർ ജീവിക്കുന്ന രീതിയും ശീലവും ശൈലിയും ഭാഷയും അതാണ്. അത് ഇപ്പോ പിന്നെ ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ പിന്നെ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. അത് രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ടാണോ? രാഷ്ട്രീയക്കാരുടെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഇടപെട്ട് അങ്ങനെ ചെയ്യിച്ചു എന്നാണോ? അല്ല, അത് ഉൽപ്പതിഷ്ണുക്കൾ ഓരോ സമുദായത്തിലും ഉണ്ട് സാർ. അത് അറിയാത്ത ആളൊന്നുമല്ലോ താങ്കൾ. ആ ഉൽപ്പതിഷ്ണുത്വം ഓരോ സമുദായത്തിലും വിവിധ ഘട്ടങ്ങളിൽ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നിലയ്ക്കൽ സമരത്തിന്റെ ആ ഒരു പശ്ചാത്തലം ഞാൻ പറയേണ്ടതില്ല താങ്കളോട്, അങ്ങനെയൊക്കെ അത് നന്നായിട്ട് അറിയാം. ശ്രീ കെ സോമനും അതൊക്കെ അറിയാവുന്ന ആൾ തന്നെ, നന്നായിട്ട് തന്നെ. അദ്ദേഹം അതിൽ പങ്കാളിയുമായിരുന്നില്ല ആ സമയത്ത്. അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. കേരളത്തിലെ ഒരു ജാതി മത സമൂഹങ്ങളും പിന്നെ പരിഷ്കരണവാദപരമായ നിലപാടുകളോട് മുഖം തിരിച്ച് നിന്നിട്ടേയില്ല. നമ്മളുടെ നാളിതുവരെയുള്ള പാരമ്പര്യവും ചരിത്രവും അത് തന്നെയാണ് നമ്മളെ നിരന്തരം പഠിപ്പിച്ചു പോരുന്നത്. നമ്മൾ പിന്നെ ഇനി വരുന്ന തലമുറയും അത് തന്നെയാണ് പഠിച്ചു വരേണ്ടത്. അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള ഈ പിന്നെ NSS ജനറൽ സെക്രട്ടറി അതിന്റെ നിഷേധവശം ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് അദ്ദേഹം പറയുന്ന മുഴുവൻ നിഷേധാത്മകതയാണ് എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല, തയ്യാറല്ല, ഞാൻ അങ്ങനെ പറയുന്നുമില്ല. ഇപ്പൊ ഈ ഷർട്ടിടാതെ അകത്ത് കയറാൻ കഴിയുന്നില്ലെങ്കിൽ, അങ്ങനെ ഷർട്ടിട്ടില്ലെങ്കിൽ എന്നെ അകത്ത് കയറ്റുന്നില്ലെങ്കിൽ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി ആൾക്കാരില്ലേ, ഭക്തരില്ലേ, വിശ്വാസികളുണ്ടല്ലോ. അപ്പൊ അത് ഒരു കാലത്ത് അങ്ങനെ വരുന്നെങ്കിൽ എനിക്ക് കയറിയാൽ മതി എന്ന് കരുതി നിൽക്കുന്നവരുണ്ട്. പക്ഷേ പിന്നെ സ്വാമി സച്ചിദാനന്ദനെ പോലുള്ളവർ അത്തരം ആചാരങ്ങൾ SNDP ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മം പരിപാലിക്കുന്ന ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലെങ്കിലും അത്തരത്തിലുള്ള അതെ അതെ അതാണ് പറയുന്നത്. അത് നമ്മൾ അതിലെ ഉൽപ്പതിഷ്ണുത്വമാണ് കാണേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ശ്രീ കെ സോമൻ, നിങ്ങൾ നടപ്പാക്കിയ ക്ഷേത്രങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ BJP അതിലുള്ള അഭിപ്രായം അതാണ് എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോൾ ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ BJP അതിനെ എതിർക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, ഈ കാര്യത്തിൽ സർക്കാർ ആത്മാർത്ഥമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഈ സാഹചര്യത്തെ സംബന്ധിച്ച് ദേവസ്വം മന്ത്രിയോട് ചോദിച്ച സമയത്ത് എങ്ങും തൊടാത്ത, ആത്മാർത്ഥതയില്ലാത്ത ഒരു മറുപടി പറഞ്ഞത് നാം കണ്ടതാണ്. അപ്പോൾ സർക്കാരിൻ്റെ നയം അതുതന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, ഈ പരിഷ്കാരത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ എല്ലാ വിശ്വാസികൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവസരമുണ്ടാക്കണം, അവകാശമുണ്ടാക്കണം. ഇവിടെ യേശുദാസ്, നമുക്കറിയാമല്ലോ, ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകുമെന്ന് പാടി നടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? വിശ്വാസികളായിട്ടുള്ളവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നിട്ടുള്ള കേരള സംസ്ഥാനത്ത് യേശുദാസിനെ പോലെയുള്ള വിശ്വാസികളെ എന്തുകൊണ്ട് സർക്കാർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല? അപ്പുറത്തേക്ക് BJPക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്ന് പോലും ഉന്നയിക്കുന്നു. പ്രസക്തമായി ഉന്നയിക്കുന്നു. 1982 മുതൽ ഞങ്ങൾ ഇത് ഉന്നയിക്കുന്നു. സ്മൃതി, യേശുദാസിനെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് ആരാണ് തടസ്സം നിൽക്കുന്നത്? യേശുദാസിന് അമ്പലത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുമോ? വരുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല എന്നുള്ളത്. ഹൈദരാലിയെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഹൈദരാലി, കഥകളി സംഗീതജ്ഞനായിട്ടുള്ള ഹൈദരാലിക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ച് പുറത്ത് കഥകളി നടത്താൻ അനുവാദം കൊടുത്ത ദേവസ്വം ബോർഡുള്ള നാട്ടിലാണ് നമ്മൾ ഈ പരിഷ്കാരത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് സർക്കാരിന്, ദേവസ്വം ബോർഡിന് ഈ കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ, ഈ ഇഷ്ടമുള്ള വേഷം ധരിച്ച് തീർച്ചയായും ഈ മാറ്റത്തിന് അനുകൂലമായിട്ടുള്ള സമീപനത്തിലേക്ക് സർക്കാർ വരട്ടെ. സ്മൃതി, ഞാൻ അവസാനിപ്പിച്ചുകൊള്ളട്ടെ. ഈ ഇഷ്ടമുള്ള വേഷം ധരിച്ച് ക്ഷേത്രത്തിൽ കടക്കുന്ന ആളുകൾക്ക് എന്ത് സഹായകരമായ സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്? ശബരിമലയിൽ ദർശനം കിട്ടാതെ മടങ്ങുന്ന ആളുകൾ, അവിടെ വലിയ ചൂഷണം നടക്കുന്നു. എന്ത് സംവിധാനങ്ങളാണ് ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇഷ്ടമുള്ള വേഷം ധരിച്ച് ചെന്നാൽ
എന്ത് സുരക്ഷയും എന്ത് സൗകര്യങ്ങളുമാണ് അവിടെ കിട്ടുന്നത്? ദർശന സൗഭാഗ്യമുണ്ടോ? സുരക്ഷയുണ്ടോ? പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടോ? അതിലൊന്നും സർക്കാരിന് താല്പര്യമില്ല. ഇത് വെറുതെ പറയുന്ന ഒരു സർക്കാരാണ്. ഇത് കാപട്യമാണ്. അതല്ലെങ്കിൽ അബ്രാഹ്മണരായിട്ടുള്ള ആളുകളെ വ്യാപകമായി ക്ഷേത്രത്തിൽ പൂജാരിമാരായി നിയമിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. യേശുദാസിനെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. അതിനുള്ള തന്റെ ഇടവും താല്പര്യവും കാണിക്കാതെ ഈ കാര്യത്തെ സമീപിക്കുന്നത് ശരി. അങ്ങനെ നടപ്പാക്കുകയാണെങ്കിൽ BJP സംസ്ഥാന സർക്കാരിനൊപ്പമുണ്ട് എന്ന് കൂടിയാണ് താങ്കൾ ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതാണ് BJP നിലപാട് എന്നിവിടെ രേഖപ്പെടുത്തട്ടെ. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ രേഖപ്പെടുത്തിയ നിലപാട് പിന്നീട് മാറ്റി പറഞ്ഞ സാഹചര്യം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് താങ്കളോട് ഞാൻ ചോദിച്ചത് സർക്കാരിനൊപ്പമാണോ നടപ്പാക്കുകയാണെങ്കിൽ എന്ന്. ഇപ്പോൾ വ്യക്തമാണ്. ഇതെവിടെ കിടക്കട്ടെ. വളരെ നന്ദി ശ്രീ. ഇത് സർക്കാരിനൊപ്പം എന്ന നിലയ്ക്കല്ല, മനസ്സിലായി. പുരോഗമനപരമെങ്കിൽ വളരെ നല്ലത്. ആ നിലപാട് നിങ്ങൾ എടുക്കുന്നെങ്കിൽ വളരെ മാറ്റപ്പെടേണ്ട നിലപാടെന്ന് പറയുമ്പോ സ്മൃതി ഒരു 5 സെക്കൻഡ് ഈ മാറ്റപ്പെടേണ്ട ആചാരം എന്ന് പറയുമ്പോ ഇപ്പൊ മണ്ണാറശാല ക്ഷേത്രത്തിലെ പൂജാരണി ഒരു വലിയമ്മയാണ്, ഒരു സ്ത്രീയാണ്. നാളെ അത് മാറ്റപ്പെടേണ്ടതാണ് എന്ന് വന്നാൽ അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? സമവായം ഉണ്ടാവണം. സന്യാസി ശ്രേഷ്ഠന്മാര് അവരുമായിട്ടുള്ള ചർച്ചയുണ്ടാവണം, സമവായം ഉണ്ടാവണം. അതാണ് വേണ്ടത്. സർക്കാർ പ്രഖ്യാപിക്കുകയല്ല, സർക്കാർ നടപ്പാക്കാൻ വന്ന് സംഘർഷത്തിന്റെ ഭൂമിയായി ക്ഷേത്രത്തെ മാറ്റുകയല്ല വേണ്ടത്. ശരി, അങ്ങനെ സർക്കാർ ആലോചിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. വളരെ നന്ദി ശ്രീ കെ സോമൻ, ശ്രീ എം ജയചന്ദ്രൻ, ഡോക്ടർ ജി ഗോപകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. തുടക്കത്തിൽ അല്പനേരം നമ്മോടൊപ്പം പങ്കുചേർന്ന സ്വാമി സച്ചിദാനന്ദയ്ക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.